നമസ്കാരം, ഞാൻ ഡോക്ടർ സനു. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് രോഗത്തെക്കുറിച്ചാണ്. നമ്മുടെ OPDകളിൽ മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു അസുഖം തന്നെയാണ് മൈഗ്രെയിൻ. യങ് ഫീമെയിൽസ്, യങ് ലേഡികളിലും എൽഡേഴ്സിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ, പ്രത്യേകിച്ച് വർക്കിംഗ് ഇൻഡിവിജ്വൽസിൽ. എന്താണ് മൈഗ്രെയിൻ, എന്താണ് ഇതിനുള്ള കാരണങ്ങൾ, നമുക്ക് നോക്കാം. ഒരു സൈഡിലെ തലവേദന അസോസിയേറ്റഡ് വിത്ത് ശക്തമായ കണ്ണിന് വേദന, അസോസിയേറ്റഡ് വോമിറ്റിംഗ്, ഇതാണ് മൈഗ്രെയിൻ നമ്മൾ മെയിനായിട്ട് കാണുന്ന സിംറ്റം. മൈഗ്രെയിൻ മെയിനായിട്ട് ഉണ്ടാകുന്നത് ട്രിഗർ ഫാക്ടേഴ്സ് ആണ്. ഇതിന് 10-20ഓളം ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ട്രിഗർ ഫാക്ടർ കൊണ്ടാണ് മൈഗ്രെയിൻ മെയിനായിട്ട് ഉണ്ടാകുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയുന്നത്, ഡീഹൈഡ്രേഷനാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ദിവസം 3 ലിറ്റർ വെള്ളം മിനിമം കുടിക്കും. വെള്ളത്തിൻ്റെ അംശം കുറയുന്ന സമയങ്ങളിൽ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത് ഉറക്കമില്ലായ്മ. 7 to 8 മണിക്കൂർ ദിവസം ഉറക്കം നോർമലി ഒരു മനുഷ്യന് ആവശ്യമാണ്. ഈ ഉറക്കം ഒഴിയുക രാത്രി സമയങ്ങളിൽ ഫോൺ ലൈറ്റ് അണച്ചിട്ട് യൂസ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം മൈഗ്രെയിൻ ഇതൊരു ട്രിഗറാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത് വ്യായാമം ഇല്ലായ്മ. ദിവസം ഒരു 20 മിനിറ്റോളം വ്യായാമം നല്ലതാണ്. കാര്യം വ്യായാമത്തിലൂടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നു. ഈ എൻഡോർഫിൻ മൈഗ്രെയിൻ തടയുന്നതിനായിട്ട് സഹായിക്കുന്നെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ട്രിഗർ ഫാക്ടേഴ്സ് ആണ്. ഇതിൻ്റെ ട്രിഗർ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ച് ഇവിടെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, ശക്തമായി കോഫി ഉപയോഗിക്കുന്ന ആൾ, കോഫിയും ടീയും എല്ലാ ദിവസവും കുടിക്കുന്ന ആൾക്കാരിൽ ഇത് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്ന ചാൻസ് കൂടുതലാണ്. അപ്പോഴത്തേക്ക് ഇതിനെന്താ ചെയ്യാൻ പറ്റുന്നത്? ഒന്നുകിൽ ഈ കോഫി കുടിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്, അല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കോഫി കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മെയിനായിട്ട് ഈ കോഫി, സ്ഥിരം ചോക്ലേറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ, സ്ഥിരമായിട്ട് പെപ്സി, കോക്കോള തുടങ്ങിയ ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ, പിന്നെ സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു മണിക്കൂറൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ബ്രേക്ക് എടുത്ത് കണ്ണൊന്ന് റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ണ് അടച്ചൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വെച്ചേക്കുന്നത് നന്നായിരിക്കും. അത് മൈഗ്രെയിൻ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഉള്ളത് സ്ട്രെസ്സ്. നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണിൻ്റെ ലെവൽ കൂടുമ്പോഴത്തേക്കും നമ്മുടെ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സ്റ്റാർവേഷൻ, വിശന്നിരിക്കുന്നത് വഴി മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അങ്ങനെയുള്ള ഷുഗറും സോൾട്ടും അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നത് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂട്ടുന്നു. പിന്നെ അമിതമായിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാരിൽ മൈഗ്രെയിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നു. സൺലൈറ്റിൻ്റെ എക്സ്പോഷർ നമ്മുടെ ശരീരത്തിൽ മൈഗ്രെയിൻ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമതായിട്ട് പറയുന്നത്, ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരിലും മെയിൻലി മൈഗ്രെയിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നു. നമുക്കിതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഈ ട്രിഗർ ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി മൈഗ്രെയിൻ കുറയ്ക്കാനുള്ള ഏകമാർഗ്ഗം. ആദ്യത്തേത് ഞാൻ പറഞ്ഞതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവരുത്. അതിന് ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം, 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഉള്ളത് ഉറക്കം, 7 to 8 മണിക്കൂർ ഉറക്കം നമ്മുടെ ശരീരത്തിൽ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാക്കുന്നു. പിന്നെ ഉള്ളത് നമുക്ക് എക്സർസൈസ്, ഒരു ദിവസം 20 മിനിറ്റോളം എക്സർസൈസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യുന്നത്. മൈഗ്രെയിൻ ഉള്ള ആൾക്കാരിൽ കണ്ണിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാര്യം നമ്മൾ അറിയത്തില്ല, നമ്മൾ വിചാരിക്കുന്നത് മൈഗ്രെയിൻ ആണെന്ന്, പക്ഷേ കണ്ണിൻ്റെ പവർ കുറയുമ്പോഴത്തേക്കും ഈ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മൈഗ്രെയിൻ ഉണ്ടാകുന്ന ആൾക്കാരിൽ ഇപ്പോൾ ന്യൂലി നമുക്ക് ഈ കോൾഡ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് വഴി ഏകദേശം കുറയുന്നതായി കാണപ്പെടുന്നു. അതായത് നമ്മുടെ ഐസ് പാക്ക് വെള്ളത്തിൽ മുക്കി വെക്കുകയോ, അല്ലെങ്കിൽ ഇന്ന് ഫാർമസികളിൽ അവൈലബിൾ ആണ് ഈ കോൾഡ് പാക്ക്, അത് ഉപയോഗിക്കുന്നത് മൈഗ്രെയിൻ കുറയ്ക്കുന്നതിനായി സഹായിക്കുന്ന പല പഠനങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് അക്യൂപങ്ക്ചർ തെറാപ്പി. അക്യൂപങ്ക്ചർ പണ്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് അക്യൂപങ്ക്ചർ ചെയ്യുന്നത് വഴി മൈഗ്രെയിൻ വളരെ രീതിയിൽ കുറയുന്നതായി പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ആങ്സൈറ്റി, സ്ട്രെസ് തുടങ്ങിയ അങ്ങനെയുള്ള സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ കൂടുതലായി കണ്ടുവരുന്നു. അപ്പോൾ സ്ട്രെസ് ലെവൽസ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ ലെവൽ കുറയ്ക്കാവുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിനോടുള്ള എക്സ്പോഷർ. നമ്മൾ രാത്രിയൊക്കെ ലൈറ്റ് അണച്ചിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ശക്തമായ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മൈഗ്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 4 മണിക്കൂർ തൊട്ട് 72 മണിക്കൂർ വരെ നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഒരു കോമൺ ഫാക്ടറാണ്. അതുകൊണ്ട് തീർച്ചയായും ലൈറ്റ് അണച്ചിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് ഓവർ എക്സ്പോഷർ ടു ലൈറ്റ്. അതായത് ലൈറ്റ് കൂടുതലായിട്ട് ലൈറ്റിനോട് എക്സ്പോസ് ചെയ്യുന്നതും മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രെസ് ഫാക്ടർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഫാക്ടേഴ്സ് കുറയ്ക്കുന്നത്, കോഫിയുടെ ഉപയോഗം, ഷുഗർ, ഇതൊക്കെ അമിതമായി ഉപയോഗിക്കുന്നത് മൈഗ്രെയിൻ ഉണ്ടാവാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കുറയ്ക്കുന്നത് മൈഗ്രെയിൻ പ്രിവെൻഷന് സഹായിക്കും. മെഡിക്കൽ മാനേജ്മെൻറ്റിൽ ഇതിൽ മെഡിസിൻസ് ആയിട്ട് ട്രിപ്റ്റാൻ ഗ്രൂപ്പിലുള്ള അമിട്രിപ്റ്റിൻ പോലുള്ള മരുന്നുകൾ ഇതിൽ യൂസ് ചെയ്യുന്നു. അതൊരു ഫിസിഷ്യനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണ പ്രകാരം മാത്രമേ കഴിക്കാവുള്ളൂ, വെറുതെ കഴിക്കരുത്. പിന്നെ നമ്മൾക്ക് ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്, ഈ യങ് ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്
ഇതിനൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, മൈഗ്രെയിന് സഹായിക്കുന്നുവെന്ന്. അതായത് ഇഞ്ചെക്ഷൻസ് ആണ്, നമ്മുടെ ഈ ചുളിവിനൊക്കെ എടുക്കുന്ന ഇഞ്ചെക്ഷൻസ്. ആ ഇഞ്ചെക്ഷൻ ഇതിന് നല്ല പ്രിവെൻറ്റീവായിട്ട് കാണപ്പെടുന്നു. പിന്നെ ഇപ്പോൾ അവൈലബിലിറ്റി ആയിട്ട് നമ്മുടെ നെയ്സൽ സ്പ്രേ ഒക്കെ അവൈലബിൾ, മൈഗ്രെയിൻ ആകുമ്പോഴത്തേക്ക് അടിക്കുന്ന നെയ്സൽ സ്പ്രേ ഒക്കെ അവൈലബിൾ ആണ്. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നത്, ലൈക്ക് എഗ്ഗ്, ഫിഷ്, അങ്ങനെയുള്ള ഫുഡ് മൈഗ്രെയിൻ പ്രിവെൻഷന് സഹായിക്കുന്നതെന്ന്. വൈറ്റമിൻ D3 അടങ്ങിയത്, അതായത് ഒരു രാവിലെയുള്ള സൺലൈറ്റ്, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ സൺലൈറ്റ് രാവിലെ ഉള്ളത് കൊള്ളുന്നത് നന്നായിരിക്കും. അത് മൈഗ്രെയിൻ പ്രിവെൻഷന് സഹായിക്കുന്നു എന്ന് പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ മൈഗ്രെയിൻ ആവുന്ന സമയത്ത്, അതായത് നമുക്കൊരു തോന്നൽ വരുന്ന സമയത്ത് തന്നെ ഒരു 1 ഗ്രാമോ ഒരു 500 mg പാരസിറ്റാമോൾ ടാബ്ലറ്റ് കഴിക്കുന്നത് മൈഗ്രെയിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നു. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അത് ഇഞ്ചക്ഷൻ എടുത്താലേ മാറത്തുള്ളൂ. പല ആൾക്കാരിലും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ് ഫാക്ടർ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും പ്രിവെൻറ്റീവായിട്ടുള്ള. പിന്നെ ക്രേനിയൽ മാഗ്നറ്റിക് തെറാപ്പി പോലുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്കുകളും മൈഗ്രെയിനിൽ യൂസ്ഫുൾ ആയിട്ട് പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്.